ഈ കാർമിക് ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ഈ ഏത് റലത്തിലായിരുന്നോ നമ്മുടെ സോൾ ഉണ്ടായിരുന്നത്, ആ സോൾ ഒരു എഗ്രിമെൻ്റ് തയ്യാറാക്കും. ചില അച്ഛനമ്മമാർ വളരെയധികം സ്നേഹമുള്ളവരായിരിക്കാം. ചിലർ നമ്മളുടെ കർമ്മ ലൈഫിൻ്റെ ബാധ്യതകളുടെ ഭീമമായ തുക, പക്ഷേ കർമ്മ ലൈഫിൽ അധിക ബാധ്യതകളുള്ളവർ മക്കൾ വരെയും ശത്രുക്കളായി ജനിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അപ്പൊ ചോദിക്കും, എങ്ങനെയാണ് കർമ്മ ക്ലിയർ ചെയ്യുക എന്നത്. ഇപ്പൊ കർമ്മ ക്ലിയർ ആയല്ലോ, 6 ചക്രകള്, സഹസ്രാര ചക്ര ഉൾപ്പെടെ 7 ചക്രകളാണ് നമുക്കുള്ളത്. അതായത് സഹസ്രാര ചക്ര എന്ന് പറയുമ്പോൾ അത് കംപ്ലീറ്റ്ലി ഡിവൈൻ ആണ്, ഡിവൈൻ എനർജിയാണ്, ഡിവൈൻ ബോഡിയാണത്. അതുകൊണ്ടാണ് 6 ചക്ര എന്ന് ഞാൻ മാറ്റി നിർത്തി പറഞ്ഞത്. 30 വയസ്സിന് ശേഷം തമോ ഗുണത്തിലേക്ക് മനുഷ്യൻ പോകും. അത് യഥാർത്ഥത്തിൽ പോവാൻ പാടില്ല. തമോ ഗുണം എന്ന് പറഞ്ഞാൽ ഇരുട്ടിലേക്ക് നിറഞ്ഞൊരു ഗുണമാണ്. അത് വേണ്ട. മനുഷ്യൻ 60 കഴിഞ്ഞിട്ടാണ് സാത്വികത്തിലേക്ക് പോകാൻ ശ്രമിക്കുന്നത്. നമ്മൾ ഈ രജോ ഗുണം കഴിയുമ്പോൾ തന്നെ സാത്വിക ഗുണത്തിലേക്ക് പോവാൻ ശ്രമിക്കണം. ഈ 30+60 വരെയുമുള്ള ഒരു കാലഘട്ടം, അവിടെ നമുക്ക് ഈ കാർമിക് ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? അതായത് നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ജീവിതം ഉണ്ടല്ലോ, നമ്മുടെ കാർമിക് ലൈഫിൻ്റെ ഭാഗമായിട്ടാണ് ജീവിക്കുന്നത്. നമ്മൾ യൂണിവേഴ്സിൽ, അതായത് ആ ഒരു പ്രപഞ്ചത്തിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരു എഗ്രിമെൻ്റ് തയ്യാറാക്കുന്നുണ്ട്. ഡിവൈനിലൊരു എഗ്രിമെൻ്റ്, ഡൈമെൻഷനിൽ നിൽക്കുന്ന സമയത്തൊരു ഫസ്റ്റ് റലം, സെക്കൻഡ് റലം, തേർഡ് റലം, 5th 6th അങ്ങനെ പോകുന്നു. അപ്പോൾ ഈ ഏത് റലത്തിലായിരുന്നോ നമ്മുടെ സോൾ ഉണ്ടായിരുന്നത്, ആ സോൾ ഒരു എഗ്രിമെൻ്റ് തയ്യാറാക്കും. എൻ്റെ കർമ്മ ലൈഫിൽ ഞാൻ കുറേയേറെ ബാധ്യതകളുണ്ട്, ആ ബാധ്യതകളെ എനിക്ക് ക്ലിയർ ചെയ്യണം. ആ ക്ലിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഭൂമിയിലേക്ക് പോയിട്ട് തന്നെ അത് ക്ലിയർ ചെയ്യേണ്ട കാരണങ്ങളുണ്ട്. ചിലത് ആ ഫസ്റ്റ് സെക്കൻഡോ തേർഡോ ഏതാ റലത്തിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് തന്നെ ക്ലിയർ ചെയ്യേണ്ടതുണ്ടാകും. ചിലത് നമുക്ക് ജന്മം എടുത്ത് തന്നെ ക്ലിയർ ചെയ്യേണ്ടാവും. അങ്ങനെയുള്ളൊരു എഗ്രിമെൻ്റ് തയ്യാറാക്കുന്ന സമയത്ത് ഇന്നൊരമ്മ ഇന്നൊരച്ഛൻ നമ്മളുടേതായിട്ട് തിരഞ്ഞെടുക്കുന്നു. നമ്മുടെ അച്ഛനെ അമ്മയെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു. തിരഞ്ഞെടുത്ത ശേഷം നമ്മൾ അവരുടെ കുഞ്ഞായിട്ട് ജനിക്കപ്പെടുന്നു. ചില അച്ഛനമ്മമാർ വളരെയധികം സ്നേഹമുള്ളവരായിരിക്കാം. ചിലർ നമ്മളുടെ കർമ്മ ലൈഫിൻ്റെ ബാധ്യതകളുടെ ഭീമമായ തുക അനുസരിച്ച് അച്ഛനമ്മമാർ നമുക്ക് നല്ലതല്ലാത്തതാവാൻ സാധ്യതയുണ്ട്. ആ ലൈഫിലൂടെ നമ്മളിവിടെ വന്നു. കർമ്മഫലം കൊണ്ട് അച്ഛനമ്മയെ തിരഞ്ഞെടുക്കുന്നതിൽ നമ്മുടെ കർമ്മഫലത്തിന് വളരെ അതേ പ്രാധാന്യമുള്ളൂ. വളരെയധികം നല്ല വലിയ പ്രാധാന്യമാണ്. നമ്മളിവിടെ ജനിക്കപ്പെട്ടിട്ട് നല്ല രീതിയിലുള്ള കർമ്മയാണെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കേടില്ലാത്ത അച്ഛനമ്മമാരെ നമുക്ക് കിട്ടും. വളരെ രസകരമായി നമ്മളതിനെ കാണാം. ഭീകരമായിട്ട് പേടിപ്പിക്കുന്ന രീതിയിലൊന്നും അതിനെ കാണണ്ട. നമ്മൾ ഈ മുജ്ജന്മ സുഹൃതം, യെസ്, എൻ്റെ അച്ഛനമ്മ, നമ്മുടെ വാക്കുകളിൽ ഉച്ചരിക്കുന്നൊരു വാക്കത്. എൻ്റെ മുജ്ജന്മ സുഹൃതം കൊണ്ടാണ് എന്നൊക്കെ പറയുന്നില്ല. പഴയ അമ്മമാരൊക്കെയാണ് ധാരാളമായിട്ട് അത് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നു മുജ്ജന്മ സുഹൃതം കൊണ്ടിട്ട് നമുക്ക് നല്ല അച്ഛനെയും കിട്ടി, നല്ല ഭാവി ചിട്ടപ്പെടുത്താൻ കഴിഞ്ഞു, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു, കിട്ടുന്നു. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈ പറയുന്ന കർമ്മ ലൈഫിൻ്റെ സുഹൃതം കൊണ്ട് തന്നെയാണ്. പക്ഷേ കർമ്മ ലൈഫിൽ അധിക ബാധ്യതകളുള്ളവർ മക്കൾ വരെയും ശത്രുക്കളായി ജനിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? മക്കള് ശത്രുക്കളില് മീൻസ് പഴയ ജന്മത്തിലെ ശത്രുവാണ് ഇന്ന് മകളായിട്ടോ മകനായിട്ടോ ഒക്കെ ജനിച്ചു വന്നത്, അച്ഛനമ്മമാരായിട്ട് അങ്ങനെ ഉണ്ടായിരുന്നത് എന്നൊക്കെ പറയുന്നത്. അത് കർമ്മബാധ്യതകൾ ധാരാളമുള്ളവർക്ക് ഈ പറയുന്ന അച്ഛനമ്മമാർക്ക് ശത്രുക്കളായിട്ട് മക്കൾ ജനിക്കാം. അവർ തമ്മിൽ ഒരു സമയത്തും ഐക്യത്തിലൂടെ പോവില്ല. എന്തുകൊണ്ട് അങ്ങനെ ജനിക്കുന്നു എന്ന് വെച്ചാൽ, ഈ കർമ്മബാധ്യതകൾ തീർക്കുമ്പോൾ മക്കളിൽ നിന്ന് അനുഭവിക്കുന്ന പെയിൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഏതൊരു പാരൻസിനും, അല്ലെങ്കിൽ ആ കുട്ടികൾക്കും. മറ്റ് പുറത്തുള്ളവർ നമ്മൾക്ക് മാനസികമായ ഒരു സമ്മർദ്ദമോ പെയിനോ തരുമ്പോൾ അത് ഓക്കെ, ലീവ് ഇറ്റ്. ഒരു 24 hours ഒരു കൂടിപ്പോയ ഒരു 72 hours നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അത് കഴിയുമ്പോൾ നമ്മൾ വിടും. അല്ലാത്ത പക്ഷം നമ്മൾ വീണ്ടും ഇന്നത്തെ വിഷയം കഴിഞ്ഞു, നാളെ വീണ്ടും വിഷയം, മറ്റന്നാൾ വീണ്ടും വിഷയം, വീട്ടിൽ അലോസരപ്പെടുന്ന സാഹചര്യങ്ങളാണ്. കൂടുമ്പോൾ ഇമ്പമുള്ളത് എന്ന് പറയുന്ന സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എല്ലാം അലോസരപ്പെടുന്ന സാഹചര്യങ്ങളാണ്. പറയുന്നത് അഭിപ്രായ വ്യത്യാസങ്ങൾ, എപ്പോഴും വഴക്ക്, തർക്കം, വീട്ടിൽ ഭയങ്കര ബഹളം ഉണ്ടാവുക. ആ ഒരു വീട് എന്ന് പറയുന്ന ഒരു ക്ഷേത്രമാണല്ലോ. അവിടെ അലോസരപ്പെടുന്ന ശബ്ദങ്ങളുണ്ടെങ്കിൽ നമുക്ക് സ്വസ്ഥതയും പീസ്ഫുള്ളായ ഒരു അന്തരീക്ഷവും കിട്ടില്ല. ഉറക്കം പോലും നമുക്ക് ബാധ്യതയായി മാറുന്നു. അവിടെ കർമ്മബാധ്യതയാണത്. വീണ്ടും നമ്മൾ ആ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക്, ഉറക്കത്തിലേക്ക് പോകുന്ന സമയത്ത് ഈ ബാധ്യതയാണ് തലക്ക് മേലെ നിൽക്കുന്നത്. ഇതാണ് വീണ്ടും 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 നമ്മൾ പിറ്റേ ദിവസങ്ങളിൽ പുനർജനിക്കപ്പെടുമ്പോൾ സംഭവിക്കപ്പെടുന്നത്. ഇത് ക്ലിയർ ചെയ്യുക. അപ്പോൾ ചിലർ ചോദിക്കും, അതിനി അടുത്ത ജന്മത്തിൽ വരുമ്പോഴല്ല, അതപ്പം ഞാൻ ക്ലിയർ ചെയ്തോളാം.
കർമ്മബാധ്യതകൾ ക്ലിയർ ചെയ്യണം എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ പോട്ടെ, ഈ ജന്മം ഇങ്ങനെയൊക്കെ പോട്ടെ, ഇനി അതിനു വേണ്ടി കഷ്ടപ്പെടാൻ വയ്യ, അല്ലെങ്കിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ വയ്യ എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ ഈ ജന്മത്തിൽ തന്നെ കർമ്മബാധ്യതകൾ തീർക്കാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിലുണ്ടെങ്കിൽ ആ കർമ്മബാധ്യതകളെ തീർക്കുക. സഞ്ചിത കർമ്മ കൂട്ടി വെച്ച് വീണ്ടും വീണ്ടും ജന്മങ്ങളെടുത്ത് അതിനെ ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോകരുത്. അപ്പോൾ ചോദിക്കും എങ്ങനെയാണ് കർമ്മ ക്ലിയർ ചെയ്യുക എന്നത്. ഇപ്പോൾ കർമ്മ ക്ലിയർ ആയല്ലോ, മനസ്സിലായല്ലോ കർമ്മ എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി അതിനെ ക്ലെൻസ് ചെയ്യണം. ക്ലിയറിംഗ് എന്ന് പറഞ്ഞാൽ ക്ലെൻസ് ചെയ്യണം. ഇതിന് സഹായിക്കുന്ന നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള എനർജിയാണ് 6 ചക്രകൾ. സഹസ്രാര ചക്ര ഉൾപ്പെടെ 7 ചക്രകളാണ് നമുക്കുള്ളത്. അതായത് സഹസ്രാര ചക്ര എന്ന് പറയുമ്പോൾ അത് കംപ്ലീറ്റ്ലി ഡിവൈൻ ആണ്, ഡിവൈൻ എനർജിയാണ്, ഡിവൈൻ ബോഡിയാണത്. അതുകൊണ്ടാണ് 6 ചക്ര എന്ന് ഞാൻ മാറ്റി നിർത്തി പറഞ്ഞത്. 7 ചക്രാസ് ടോട്ടലുണ്ട്, പക്ഷേ 6 ചക്ര, തേർഡ് ഐ വരെയുമുള്ള 6 ചക്രകൾ റൂട്ട് ചക്രയിൽ നിന്ന് തുടങ്ങുന്നത്. റൂട്ട് ചക്ര എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവൻ്റെ അടിസ്ഥാനമാണ്, എല്ലാം പെടുന്നുണ്ട്. സാക്രൽ ചക്ര, മണിപ്പൂര ചക്ര, ഹാർട്ട് ചക്ര, ത്രോട്ട് ചക്ര, തേർഡ് ഐ ചക്ര, ഇങ്ങനെ 6 ചക്രകളുണ്ട്. ഇതിൻ്റെ എല്ലാം എനർജി ഈട പിങ്കള വഴി നമ്മൾ സുഷുമ്ന ഗ്ലാൻഡിലൂടെ, നട്ടലിൻ്റെ സുഷുമ്ന ഗ്ലാൻഡിലൂടെ ചെന്ന് തേർഡ് ഐയിൽ സംഭവിക്കപ്പെട്ട് അവിടെ നിന്ന് നമുക്ക് സഹസ്രാര ചക്ര, അതായത് ക്രൗൺ ചക്ര, അതായത് ഒരു മനുഷ്യൻ കിരീടം വയ്ക്കാൻ എപ്പോഴാണ് യോഗ്യനാവുന്നത്? മനുഷ്യനിൽ 3 ഗുണങ്ങളുണ്ട്. രജോ ഗുണം, തമോ ഗുണം, സാത്വിക ഗുണം. അതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മൂന്ന് ആയിട്ടുള്ള കാര്യങ്ങളെ എടുക്കേണ്ടി വരും. അതായത് നമ്മുടെ പ്രസൻറ്റ് ലൈഫ്, പാസ്റ്റ് ലൈഫ്, അതിനുശേഷം നമ്മുടെ ഫ്യൂച്ചർ ലൈഫിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ തന്നെ അങ്ങനെ 3നെ നമ്മൾ ഗണിക്കുമ്പം 8 മണിക്കൂർ, 3 8 കൂടിയാൽ 24 മണിക്കൂർ ഒരു ദിവസം വന്നു. 30 30 30 90 ഒരു മനുഷ്യൻ്റെ മാക്സിമം ആയുസിനെയാണത് പറയുന്നത്. 30 വയസ്സ് വരെയും നമ്മൾ രജോ ഗുണത്തിലാണ് ഉണ്ടാകുന്നത്. രജോ ഗുണം എന്ന് പറഞ്ഞാൽ ഒരു രാജാവിനെ പോലെ നമ്മൾ പ്രൈം ഏജ് എന്ന് പറയുന്ന പോലെ, പ്രൈം ഏജ് എന്ന് പറയുന്നത് പോലെ മാത്രമല്ല, നമ്മളെ എന്താ പറയുക, സേവിക്കാൻ ആളുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഓക്കെ. ഒരു കുഞ്ഞ് ജനിക്കുമ്പം അല്ലേ, നമ്മൾ അവരെ സംരക്ഷിക്കുന്നു, പാമ്പർ ചെയ്യുന്നു, ഭയങ്കര രീതിയിൽ വളരെ മനോഹരമായ രീതിയിൽ അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു, പഠിപ്പിക്കുന്നു എല്ലാം. 30 വയസ്സിന് ശേഷം തമോ ഗുണത്തിലേക്ക് മനുഷ്യൻ പോകും. അത് യഥാർത്ഥത്തിൽ പോവാൻ പാടില്ല. തമോ ഗുണം എന്ന് പറഞ്ഞാൽ ഇരുട്ടിലേക്ക് നിറഞ്ഞൊരു ഗുണമാണത്. അത് വേണ്ട. എന്നിട്ട് ആ ഗുണത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. തമോ ഗുണത്തിൽ നിന്ന് എവിടെ എഫക്റ്റ് ചെയ്യില്ല. അത് സാത്വിക ഗുണത്തിലേക്ക് കിടക്കണം. മനുഷ്യൻ 60 കഴിഞ്ഞിട്ടാണ് സാത്വികത്തിലേക്ക് പോകാൻ ശ്രമിക്കുന്നത്. ആദ്യം രജോ ഗുണത്തിൽ നിന്നും, പിന്നെ തമോ ഗുണത്തിൽ നിന്നും, പിന്നെ സാത്വിക ഗുണത്തിലേക്കുമാണ് സഞ്ചരിക്കുന്നത്. അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ ഈ രജോ ഗുണം കഴിയുമ്പോൾ തന്നെ സാത്വിക ഗുണത്തിലേക്ക് പോവാൻ ശ്രമിക്കണം. ഈ 30+60 വരെയുമുള്ള ഒരു കാലഘട്ടം, അവിടെ നമുക്ക് ലൈഫിനെ വളരെ നല്ല രീതിയിൽ എക്സൽ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാ 30 to 90 യെസ്, അത് ചക്രാസിന്റെ കാര്യത്തിലേക്ക് നമ്മൾ വന്നല്ലോ. അപ്പോൾ ഈ ചക്രാസിനെ കുറിച്ച് വളരെ ചെറുപ്പത്തിൽ തന്നെ, അതായത് ഈ ആദ്യത്തെ 30 വർഷത്തിൽ തന്നെ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും അതിൻ്റെ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ പാട്ടുകളെയും, എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും പീസ്ഫുള്ളായിട്ട് ഓരോ വ്യക്തിത്വങ്ങളിലേക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോഴും നമ്മളിലൂടെ എന്തെല്ലാം ഗുണങ്ങൾ വരുത്തി വെക്കണം എന്നുള്ളതിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സത്യത്തിൽ എൻ്റെ ഏജിൽ, ഞാനിപ്പം 50+ ആയ ഒരു വ്യക്തിയാണ്. എൻ്റെ ഏജിൽ, ചെറിയ ഏജിൽ പോലും എനിക്കിതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റിയില്ല. എനിക്കതിൽ നഷ്ടബോധമുണ്ട്. എൻ്റെ 40 ആയപ്പോഴാണ് എനിക്ക് ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് ഇത് ഹൈലൈറ്റ് ചെയ്ത് ഞാൻ പറയുന്നത്. ഒരു 30ലേക്ക് വരുമ്പോൾ തന്നെ നമ്മളിത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നന്നായിട്ട് എക്സൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ റൂട്ട് ചക്രയിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവൻ്റെ അടിസ്ഥാനമായ കാര്യങ്ങളാണ്. എന്തെല്ലാമാണ് ജീവൻ്റെ അടിസ്ഥാനം? ഇതിനെ ഒരുപാട് ഓർഗൻസ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എർത്ത് എനർജി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. സൗണ്ട് എനർജിയുണ്ട്, വൈബ്രേഷനുണ്ട്, പിന്നെ കളറുണ്ട്. ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് നമ്മുടെ റൂട്ട് ചക്രയെ ബാലൻസ് ചെയ്യാൻ പറ്റും. ഇത് ബാലൻസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ചിന്തകൾക്ക് പോലും മാറ്റങ്ങൾ വരികയാണ്. അവിടെയാണ് ഈ 30ൽ നിന്ന് 60ലേക്ക് എത്തുമ്പോഴേക്കും സാത്വിക ഗുണത്തിലേക്ക് നമുക്ക് കടക്കാൻ സഹായിക്കുന്ന ഒരു എലമെൻ്റ് അവിടെ വർക്ക് ചെയ്യുന്നത്. അവിടെ അത് വർക്ക് ചെയ്യണമല്ലോ, എന്നാൽ മാത്രം പഠിക്കണമല്ലോ അതിനെക്കുറിച്ച്, എന്നാൽ മാത്രമാണല്ലോ നമുക്ക് ഈ സാത്വിക ഗുണത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. സാത്വിക ഗുണത്തിലേക്ക് നമ്മൾ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ മനസ്സും നമ്മുടെ പ്രവൃത്തികളും നമ്മൾ കണക്ട് ചെയ്യുന്നതും ഇൻട്രാക്ട് ചെയ്യുന്നതും എല്ലാം പ്യൂരിറ്റിയിലേക്ക് വരികയാണ്, ക്ലെൻസ് ചെയ്യപ്പെടുകയാണ്. ക്ലെൻസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളൊരു പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു വിഷ്വലൈസേഷൻ, മാനിഫെസ്റ്റേഷൻ ഇതൊക്കെ നടത്തുമ്പോഴും അതിന് നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ 100 മടങ്ങ് വലിപ്പത്തിൽ, 100 മടങ്ങ് എനർജിയിൽ അത് സംഭവിക്കപ്പെടാനുള്ള സാധ്യതകൾ കൂടും.
പ്രാർത്ഥനയ്ക്ക് ഉത്തരം വരുന്നു അവിടെ. പലപ്പോഴും ആളുകൾ പറയുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഉത്തരം കിട്ടുന്നില്ല. നിങ്ങൾ തമോ ഗുണത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടില്ല. ഉള്ളിൽ മനസ്സിൽ ശത്രുതയും വെറുപ്പും ദേഷ്യവും, അവരെ ചതിക്കണം ഇവരെ ചതിക്കണം, അവരോട് എങ്ങനെ മോശമായി പെരുമാറുക, ഇവരെ എങ്ങനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക എന്നൊക്കെ ചിന്തിച്ചാൽ അത് തമോ ഗുണത്തിൻ്റെ ഉദാഹരണങ്ങളാണ്. അങ്ങനെയുള്ള ചിന്തകൾ അതിലൊരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ സക്സസ്സിൽ എത്താൻ പറ്റില്ല. എന്നിട്ട് സക്സസ്സിൽ എത്താൻ പറ്റാതെ വന്ന് വളരെയധികം ബുദ്ധിമുട്ട് സംഭവിച്ചു. ഒരു 40-50 വയസ്സിലേക്ക് എത്തിക്കഴിയുമ്പോഴാണ് നമ്മൾ ഈ സാത്വിക ഗുണത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. അപ്പോൾ പിന്നെ കുറച്ച് സമയം നമുക്കുള്ളൂ. 60+ കഴിയുമ്പോൾ പിന്നെ മനുഷ്യൻ എന്ന് പറയുന്നവർക്ക് കുറേയേറെ ഓജസ്സും തേജസ്സും എല്ലാം കുറഞ്ഞ് വരുന്ന സമയം ഒരു 70-80 കടക്കുമ്പോൾ അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ സാത്വിക ഗുണത്തിൽ സെറ്റിൽ ആവുക, സസ്റ്റെയിൻ ആവുക എന്ന് പറയില്ലേ നമ്മൾ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ചിന്തകളൊക്കെ സാത്വിക ഗുണത്തിലേക്ക് വരും. പക്ഷേ ഇത് നേരത്തെ നിങ്ങൾ സിദ്ധിച്ചാൽ, ഈ ചക്രാസിൻ്റെ പ്രയോഗത്തിലൂടെ ശ്രദ്ധിച്ചാൽ, നമ്മൾ ആദ്യം പറഞ്ഞു വെച്ച കർമ്മബാധ്യതകളിൽ നിന്ന് വളരെ വേഗം റിലീസാവാൻ സാധിക്കും. ഇപ്പം നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, നല്ലതും ചീത്തയും ഒക്കെയായ കാര്യങ്ങളുണ്ട്. പലപ്പോഴും ആളുകൾക്ക് പിടുത്തം കിട്ടുന്നില്ല. എന്തുകൊണ്ടായത്? ഞാൻ വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തായിരിക്കും? ധാരാളം പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ചെയ്തിട്ടാ ഇത്രയും സത്യം. എനിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായ സമയത്ത് പോലും ഞാൻ ചോദിച്ച ഒരു ചോദ്യമാണത്. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടായിരുന്നു എനിക്ക് അങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടാവേണ്ടത്? ഞാൻ എന്തിനാ എന്നെ ചൂസ് ചെയ്തത്? ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഒരു ആക്സിഡന്റ് ഉണ്ടായതിനെക്കുറിച്ച്. അവിടെ നിന്നാണ് എനിക്ക് സ്പിരിച്വാലിറ്റിയിലേക്ക് വന്നത്. അപ്പം ഞാൻ ചോദിച്ച ചോദ്യമാണത്. പക്ഷെ എനിക്കന്ന് അറിയില്ലായിരുന്നു. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞു വെച്ചത്. എനിക്ക് നേരത്തെ അറിയാമായിരുന്നുവെങ്കിൽ ആ കാലഘട്ടം കടന്നു പോയപ്പോൾ ആ നഷ്ടബോധം നമുക്ക് ഉണ്ടാവില്ലല്ലോ. ഇതുകൊണ്ടാണ്. അപ്പം എന്തോ ഒരു കർമ്മബാധ്യത, എന്തോ ഒരു കർമ്മം ക്ലിയർ ചെയ്യാൻ എനിക്ക് അവിടെ ഉണ്ടായിരുന്നു. ഞാനത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഈ സാത്വിക ഗുണത്തിലേക്ക് എത്താനായിട്ട് സാധിച്ചു. സാത്വികത എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ഋഷിമാരെ പോലെ ഇങ്ങനെ ഇരിക്കണം, മല കയറി പോകണം എന്നുള്ളതൊന്നും അല്ല കേട്ടോ. മനസ്സിലെ നന്മകൾ വരുത്തി വെക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരാളോട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ പുഞ്ചിരിച്ച മുഖത്ത് എത്ര മനോഹരമാണ് ചിരിക്കുമ്പോൾ, അല്ലേ? ഒരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കി, അറിയുന്നവരായിക്കോട്ടെ അറിയാത്തവരായിക്കോട്ടെ, ഒന്ന് പുഞ്ചിരിക്കാൻ മടിയാ, രൗദ്രഭാവത്തിലാണ് നോക്കുന്നത്, ഇല്ലേ? എന്തോ മുൻജന്മ ദേഷ്യം അവിടെയും ആ ഒരു മുൻജന്മത്തിന് തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ടാണ് അവർക്ക് നമ്മളോട് വളരെ ഒരു അസ്വസ്ഥത തോന്നുന്നത്. ചില ആളുകൾ നമ്മുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ അസ്വസ്ഥത ഫീൽ ചെയ്യും, ഡിസ്റ്റർബ്ഡ് ആകും, നമുക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് മാറാൻ തോന്നും. എന്തെന്ന കാരണമില്ലാതെ നമുക്ക് അവരോട് ദേഷ്യം തോന്നുക. മുൻജന്മത്തിൽ അവരെന്തെങ്കിലും ഒരു കർമ്മപാപം നമ്മളായിട്ട് ഇൻട്രാക്ഷനിൽ ഉണ്ടായിട്ടുണ്ടാവാം. അവർ ഈ ജന്മത്തിൽ അത് തീർക്കാൻ വേണ്ടിയിട്ട്, ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് വരുന്നത്. ഒത്തിരി കണക്ഷനുണ്ട്. നമ്മൾ ഈ കാണുന്ന താങ്കളും ഞാനും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടായിട്ടുണ്ടാവാം. നമ്മൾ ഒരിക്കലും കണക്ഷൻ ഇല്ലാത്തവരെ കണ്ടുമുട്ടില്ല. ഓഫ് കോഴ്സ് എത്ര ജന്മങ്ങളാണ് നമ്മൾ എടുക്കുന്നേ? സോൾ ഒന്നേ ഉള്ളൂ. ഒരിക്കലും സോള് അനേകമുണ്ടെന്ന് നമുക്ക് പറയരുത്. സോൾ ഒന്നേ ഉള്ളൂ. ഈ സോള് അവിടെ ചെന്ന ശേഷം വീണ്ടും നമ്മൾ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അമ്മയെ അച്ഛനെയും തിരഞ്ഞെടുത്ത് നമ്മൾ ജന്മം എടുക്കുന്നു എന്നുള്ളത്. ആ ജന്മത്തിലേക്ക് വീണ്ടും വരിക. എന്തിനാ? കർമ്മബാധ്യത തീർക്കാൻ. ശരിക്കും ഈ കർമ്മബാധ്യത തീർക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ പണ്ട് നമ്മൾ ചെയ്ത ഒരു മോശം കൃത്യത്തിന്റെ പരിഹാരം വീട്ടുക, അതാണോ? അതായത് ആകാശിക് റെക്കോർഡ്സ് എന്ന് പറഞ്ഞ ഒരു റീഡിംഗ് ഉണ്ട്. അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ബാക്കിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ്. ആകാശിക് റെക്കോർഡ്സിലൂടെ നമ്മൾ മനസ്സിലാക്കും. ഒരു വ്യക്തി വരികയാണ്, PLR നോക്കണം, ആകാശിക് റെക്കോർഡ്സ് ഒന്ന് റീഡ് ചെയ്യണം. ആകാശിക് റെക്കോർഡ്സിൽ ധാരാളമായിട്ട് അവരുടെ എല്ലാ ജന്മങ്ങളിലെയും കണക്ട് ചെയ്തുള്ള കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റും. അതൊരു ഏഞ്ചലിക് താന്ത്രിക് രീതിയുണ്ട്, ഏഞ്ചലിക് രീതിയുണ്ട്. ഞാൻ ഏഞ്ചലിക് രീതിയിലാണ് ആകാശിക് റെക്കോർഡ് എടുക്കുന്നത്. അപ്പോൾ അതിൽ നമുക്കൊരു വ്യക്തിയെ എടുത്തു കഴിയുമ്പോൾ ഡേറ്റ് ഓഫ് ബർത്തും മറ്റു കാര്യങ്ങളും ഒക്കെ എടുത്തു കഴിയുമ്പോൾ എത്ര ജന്മം ഇവരെടുത്തെന്നും എന്താണ് ഇവരുടെ കർമ്മബാധ്യത ഉള്ളതെന്നും ഏത് ജന്മത്തിലാണ് ഇവർ തീരാൻ പറ്റാത്തത്രയും കൊലപാതകമോ മാന്ത്രവാദമോ അല്ലെങ്കിൽ മാന്ത്രികതയുള്ള എന്തെങ്കിലും ദുഷ്പ്രവർത്തികളോ ഒക്കെ ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അത്ര പേടിപ്പിക്കുന്ന രീതിയിലൊന്നും നമ്മൾക്കൊന്നും അതിനെ പറഞ്ഞു കൊടുക്കാനും പറഞ്ഞു വെക്കാനും പറ്റില്ല. കാരണം ഇടയ്ക്ക് ഇത് കട്ടാവും. ഒറ്റ പ്രാവശ്യത്തെ സിറ്റിങ്ങിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. ആകാശിക് റെക്കോർഡ് ഒരു പ്രാവശ്യം കൊണ്ട് പല വട്ടം ഇരിക്കുമ്പോഴാണ് നമുക്ക് ആകാശിക് റെക്കോർഡ് കുറച്ചെങ്കിലും എടുക്കാൻ പറ്റുക ഈ വ്യക്തിയുടെ. അപ്പോൾ അതിൽ അവരും ഒരു വല്ലാതെ ടയേർഡാകും, വ്യക്തിത്വങ്ങളും വല്ലാതെ ടയേർഡാകും. അതിനെടുത്ത ശേഷമാണ് നമ്മൾ പറയുക ഇത്രയേറെ ബാധ്യതകൾ, ക്ലിയർ ആവാത്ത ബാധ്യതകൾ നിങ്ങൾക്ക് ഈ ജന്മത്തിലുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കപ്പെട്ടിട്ടില്ലേ എന്ന് അവരോട് ചോദിക്കുമ്പോൾ ഉണ്ട്, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, റിലേഷൻഷിപ്പിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്, സാമ്പത്തികതയിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്, കരിയറിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, പഠനം ഇങ്ങനെ മുടങ്ങിയിട്ടുണ്ട്. ഇതിനെല്ലാം കാരണങ്ങൾ ആ പറയുന്ന ലൈഫിൽ ഇവരെന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടാവാം.
അങ്ങനെയാണത് സംഭവിക്കപ്പെടുന്നത്. അതിനെ നമ്മൾ PLR എന്ന് പറയും, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ. ഈ PLR ക്ലിയർ ചെയ്ത് കഴിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചക്രാസിൻ്റെ ഹെൽപ്പ് എടുക്കാറുണ്ട്. അതിനെ നമ്മൾ തിരിച്ചറിവാണ്. ഓരോ ചക്രാസും വൃത്തിയായി പഠിപ്പിച്ച് 21 ഡേയ്സിൻ്റെ തെറാപ്പി സെഷൻസ് ഒക്കെ ഉണ്ട്, അതിൽ ഇത് പഠിപ്പിക്കുന്നുണ്ട്. ഓരോ ചക്രാസിനും വൃത്തിയായി പഠിപ്പിച്ച് എങ്ങനെയാണ് അവിടെ ആ ഒരു ഏരിയയിൽ റൂട്ട് ചക്രയെ എർത്ത് എനർജിയിൽ കണക്ട് ചെയ്തിരിക്കുന്ന കാർമികായ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതിനെ എങ്ങനെയാണ് ക്ലിയർ ചെയ്യേണ്ടത്, ഈ രീതിയിൽ നിങ്ങളതിനെ മെഡിറ്റേറ്റ് ചെയ്തിട്ട് ശ്വാസത്തെ ശ്രദ്ധിച്ചുകൊണ്ട് ഈ രീതിയിൽ അതിനെ ഹൊപ്പോനൊപ്പോനോ ടെക്നിക്കിലൂടെ ചെയ്യാൻ പറ്റും. ഹൊപ്പോനൊപ്പോനോ ടെക്നിക്ക് കൊണ്ട് അതിനെ ചെയ്യാൻ പറ്റും. അല്ലാത്ത രീതിയിൽ നിങ്ങൾ സെൽഫിനോട്, ഇന്നർ വോയിസിനോട് സംസാരിച്ച് പീസ് ഓഫ് എനർജിയോട് കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്കതിനെ ബാലൻസ് ചെയ്യാൻ പറ്റും. സ്ലോലി അത് നമ്മൾ ചെയ്ത് 90 ഡേയ്സ് ആണ് ആ ക്ലാസ് വരുന്നത്. അത് 90 ഡേയ്സിൽ നിങ്ങളതിനെ ക്ലിയർ ചെയ്ത് വരുമ്പോഴേക്കും ഈ 90 ഡേയ്സ് കഴിയുമ്പോൾ സ്ലോലി നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരുന്നത് ബ്യൂട്ടിഫുള്ളി ഇരുന്ന് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. ഒത്തിരി റിസൾട്ടുണ്ട്. എൻ്റെ പല വീഡിയോസിൻ്റെ താഴെയും ഒത്തിരി അനുഭവസ്ഥർ വന്ന് അവർ മെസ്സേജ് ഇടാറുണ്ട്, കമൻ്റ് ഇടാറുണ്ട്, ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. എൻ്റെ കർമ്മ എന്തായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ എനിക്ക് പറയാം, ഒരു പക്ഷേ അല്ല, എനിക്കത് ധൈര്യപൂർവ്വം പറയാൻ പറ്റുന്നത് ഇത്തരത്തിലുള്ള നോളജ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും അതിൽ അവരുടെ കർമ്മ ക്ലിയർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ചാനലായിട്ട് വർക്ക് ചെയ്യാൻ യൂണിവേഴ്സ് എന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് എൻ്റെ കാർമിക് ലൈഫിൻ്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ആ കാർമിക് ലൈഫിൻ്റെ ഞാൻ പൂർത്തീകരിക്കേണ്ടതായ കർമ്മം. ഓക്കെ, അപ്പോൾ നമ്മൾ ശരിക്കും പണ്ട് ചെയ്തൊരു മോശം കർമ്മത്തിന് പകരമായി നമ്മൾ ഇവിടെ ഒരു നല്ലൊരു കർമ്മം ചെയ്യേണ്ടി വരും. തീർച്ചയായിട്ടും ചെയ്യേണ്ടി വരും. ഉണ്ടാകാം മോശം കർമ്മങ്ങൾ ധാരാളം ചെയ്തിട്ടുണ്ടാവാം. അല്ലാതെ നമുക്ക് ഈ പറയുന്ന പോലെ അപകടങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും, അവിടെ നിന്നാണ് തിരുത്തലുകൾ വരുന്നത്. അവിടെ നിന്ന് നമ്മൾ തിരുത്തി ചിന്തിക്കുകയാണല്ലോ, വീണ്ടും നമ്മളത് ആവർത്തിക്കുന്നില്ല. വീണ്ടും ആവർത്തിക്കുമ്പോൾ വലിയ കർമ്മബാധ്യതകൾ ഉണ്ടാകാം. എന്തുകൊണ്ടാണ് ഈ മക്കളൊക്കെ അച്ഛനെ തല്ലിക്കൊല്ലുന്നു, അമ്മയെ തല്ലിക്കൊല്ലുന്നു, നമ്മൾ വായിക്കുന്നില്ലേ? ഈ പാസ്റ്റ് ലൈഫിൽ ഇവരുടെ കർമ്മകൾ അവർ ഈ രീതിയിലുള്ള ജീവൻ അപഹരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്തു വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കർമ്മബാധ്യത കൂടുതലുള്ളവരിൽ മക്കളായിട്ട് തന്നെ ഈ കർമ്മ ക്ലിയർ ചെയ്യാൻ വന്ന് പിറക്കും. അവരെപ്പോഴും സമാധാനക്കേട്, സന്തോഷമില്ലായ്മ, അസ്വസ്ഥത, അസ്വാരസ്യങ്ങൾ കുടുംബങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. അത് തീർത്തും തികച്ചും അവരുടെ കർമ്മയും ആ വ്യക്തിയുടെ കർമ്മയും ഈ വ്യക്തിത്വങ്ങളുടെ കർമ്മയും തമ്മിലുള്ള ശത്രുഭാവത്തിൽ നിൽക്കുന്ന, രൗദ്രഭാവത്തിൽ നിൽക്കുന്ന അവസ്ഥയാണ്. വെറുതെ ദേഷ്യം വരിക, പരസ്പരം കാണുമ്പോൾ പോലും ദേഷ്യം വരിക, മകന് അച്ഛനെ കാണുമ്പോൾ ദേഷ്യം വരിക, മകൾക്ക് അമ്മയെ കാണുമ്പോൾ ദേഷ്യം വരിക, സഹോദരങ്ങൾ തമ്മിൽ ഒരു ഐക്യം ഉണ്ടാവില്ല, പരസ്പരം സംസാരിക്കില്ല, അങ്ങനെയൊക്കെയുള്ളതുകൊണ്ട് ഇതൊക്കെ കർമ്മബാധ്യതകളാണ്. അത് ക്ലിയർ ചെയ്തേ പറ്റൂ. ഈ ജന്മത്തിൽ തന്നെ ക്ലിയർ ചെയ്യുക. ഇനിയൊരു ജന്മം എടുത്ത് ക്ലിയർ ചെയ്യുക. വീണ്ടും നിങ്ങൾ വീണ്ടും ഇങ്ങനെ സഞ്ചരിക്കുക. ചിലരോട് പറയുന്ന ഇനി വരുന്ന ജന്മത്തിലല്ല എങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുകയും കാണുകയും ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോവുകയും ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് അല്ലെങ്കിൽ അമ്പലത്തിൽ പോയിട്ട് മീൻസ് ചർച്ചുകളിൽ പോയിട്ടോ മോസ്കിൽ പോയിട്ടോ ഒന്നും ഉത്തരം കിട്ടുന്നില്ല, നിങ്ങൾ അലയുകയാണ് കിടന്നിട്ട്, വഴിപാടുകളും നേർച്ചകളും പല കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് ഒരിക്കലും സമാധാനം കിട്ടുന്നില്ല. നിങ്ങൾ അലച്ചിലാണ്. ആളുടെ അടുത്ത് പോയിട്ട് ശരിയായില്ല, ഇയാളുടെ അടുത്ത് പോയിട്ട് ശരിയല്ല. എന്താണ് നിങ്ങൾ ഈ അലയുന്നതിൻ്റെ കാരണം? യഥാർത്ഥ നിജസ്ഥിതി മനസ്സിലാക്കി അതിൽ പ്രവർത്തിക്കേണ്ടതിന് പകരം നിങ്ങൾ മാറ്റി വെക്കുകയാണ് അതിനെ. എന്നിട്ട് അലയുന്നു, പ്രാർത്ഥന കേൾക്കുന്നില്ല, പരിതാപകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നു, പദം പറയുന്നു. അതൊന്നും സൊല്യൂഷൻ അല്ല. നിങ്ങളുടെ കർമ്മയിൽ വളരെ നീറ്റായിട്ട് അത് പ്രതിപാദിക്കുന്നുണ്ട്. നിങ്ങളുടെ ചക്രാസിൽ തന്നെ അതിനുള്ള സൊല്യൂഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അതിനെ തിരുത്തുക. ചക്രാസ് ക്ലിയർ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഓറയ്ക്ക് മാറ്റം വരും. നമ്മളുടെ ഓറ ചേഞ്ച് ആകും. ഓറ എന്ന് പറയുമ്പോൾ ഒരിക്കലും ശരീരത്തിൻ്റെ നിറമോ അല്ലെങ്കിൽ സൗന്ദര്യമോ അങ്ങനെ ഒന്നും കണക്ട് ചെയ്യരുത്. അത് തെറ്റായ ധാരണയാണ്. ഓറ വേറൊരു ലെവലാണ്. ഓറ റീഡ് ചെയ്യാൻ പറ്റാറുണ്ട്. ഓറ ക്ലാസ്സസ് ഉണ്ട്. 7 ഡേയ്സിൻ്റെ ഓറ ക്ലാസ്സസ് ഉണ്ട്. അതിൽ നമുക്ക് ശ്വാസത്തെ കേന്ദ്രീകരിച്ചു കൊണ്ട് തന്നെയാണ് അതിൻ്റെ ഓരോ കാര്യങ്ങളും ഓറ എൻഹാൻസ് ചെയ്യാൻ പറ്റും. അത് എപ്പോഴും നമ്മൾ ഓരോ ക്ലാസ്സസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 90 ഡേയ്സ്, എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ്, 90 ഡേയ്സ് നിങ്ങൾ അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുവന്ന ശേഷമാണ് നിങ്ങൾക്ക് അതിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് അതിനെ പിടിച്ചു നിർത്താൻ കഴിയുക എന്നുള്ളത്. ഓറ നമ്മുടെ ബാലൻസ് ആയി കഴിഞ്ഞാൽ, എൻഹാൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിലേക്ക് വരുന്ന എന്തെങ്കിലും നെഗറ്റീവായ കാര്യങ്ങൾ പോലും ആ ഓറ തടഞ്ഞു നിർത്തും. ഒരു ഹാലോറിങ് പോലെ ഒരു സർക്കിളാണ് നമ്മൾ അറിയാൻ പറ്റും. ഒരാളെ കാണുമ്പോൾ ചിലയിടത്തൊക്കെ നമ്മൾ പോകുമ്പോൾ ചിലർ വെറുതെ റാൻഡംലി നമ്മൾ നോക്കുകയായിരിക്കും, ഒരു പ്രത്യേകത, എന്തോ ഒരു തേജസ്, നമ്മൾ അറിയുന്നവർ ആയിരിക്കില്ല അവരൊക്കെ ഉണ്ടാവുക. പക്ഷേ
നമ്മളൊരു റാൻഡംലി ഇങ്ങനെ നോക്കുകയായിരിക്കും, പക്ഷെ എന്തോ ഒരു വീണ്ടും നോക്കാൻ തോന്നുക എന്നുള്ള ഒരു തേജസ് അവരുടെ മുഖത്ത് നമുക്ക് ചിരിക്കാൻ തോന്നുക. കൊച്ചുകുട്ടികളൊക്കെ ശരിക്കും അത് അവരുടെ ആ ഒരു ചേഷ്ടകളിൽ അത് പ്രകടമായിട്ട് കാണാൻ പറ്റും. കുട്ടികളൊക്കെ വെറുതെ അവരെ കാണുമ്പോൾ, കുഞ്ഞുമക്കളൊക്കെ ആണെങ്കിൽ ഏഞ്ചൽസിൻ്റെ അവേക്കനിങ് ആണത്. ഏഞ്ചൽസ് മക്കളിലൂടെ റെസ്പോണ്ട് ചെയ്യും എന്നുള്ളതാണല്ലോ പറയുന്നത്. അപ്പോൾ അത് റെസ്പോണ്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ആനിമൽസ് റെസ്പോണ്ട് ചെയ്യും. ഓ ഓഫ് കോഴ്സ് ആനിമൽസ് റെസ്പോണ്ട് ചെയ്യും. പൂച്ചകൾക്ക് വളരെ പ്രത്യേക, അതായത് സ്പിരിച്വൽ ഗോഡ് എന്നാണ് പൂച്ചകളെ പറയുന്നത്. ഒരു കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു, പൂച്ചയെ ആരാധിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ മ്യൂസിക് തെറപ്പിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ധാരാളമായിട്ട് പണ്ട് കാലഘട്ടങ്ങളിൽ ചെയ്തിരുന്നപ്പോൾ പൂച്ചയെ ആരാധിക്കുന്ന, എൻ്റെ പാസ്റ്റ് ലൈഫിൽ ഒരിക്കൽ ഞാൻ അതിനെ കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു ഈജിപ്തിലൊരു ജന്മം ഉണ്ടായിരുന്നതിനെ കുറിച്ചൊക്കെ ഒരു പാസ്റ്റ് ലൈഫിൽ ഒരു ക്ലാസ്സിൽ നമ്മുടെ ബാക്ക് മീഡിയയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൂച്ചകൾ നമ്മളെ ധാരാളമായിട്ട് കണക്ട് ചെയ്യും, ലിങ്ക് ചെയ്യും. അല്ലെങ്കിൽ ചില പൂച്ചകൾ അനാവശ്യമായിട്ട് ഓടി വന്ന് മാന്തിയിട്ടൊക്കെ പോകുന്നത് കണ്ടിട്ടുണ്ടല്ലേ? അവർക്കറിയാൻ പറ്റും അത് നെഗറ്റീവ് എനർജി ഉള്ളതാണെന്നുള്ളത്. സ്പിരിച്വൽ ഗോഡാണ് പൂച്ചകൾ എന്ന് പറയുന്നത്. പെട്ടെന്ന് അവർക്ക് സന്ദേശം, അവരുടെ പ്രത്യേക ഒരു വിഷനാണ് അവരുടെ. നമ്മളെ കാണുമ്പോൾ അവർക്കറിയാൻ പറ്റും ഓറ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് എന്നുള്ളത്. ബ്യൂട്ടിഫുൾ ആണ് ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ അല്ലേ. ഞാനും ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ എനിക്ക് ഭയങ്കര ആകാംക്ഷയായി ഇതെങ്ങനെയാ എന്നുള്ളത്, ഇതെങ്ങനെ അപ്ലൈ ചെയ്യും എന്നുള്ളതൊക്കെയായിരുന്നു അന്നത്തെ ആശങ്ക. പക്ഷേ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴേക്കും ബ്യൂട്ടിഫുൾ ലൈഫിനെ നമുക്ക് വേറൊരു പ്ലാനിലൂടെ കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളതാണ്. പീസ് ഓഫ് മൈൻഡ്, പീസ് ലൈക്ക് സന്തോഷം കണ്ടെത്തുന്നതും ഇങ്ങനെ ഈ ലൈക്ക് ഒരു പീസ് ഓഫ് സ്റ്റേറ്റ് ഓഫ് ഹാപ്പിനെസ്സിൽ എത്താൻ ഇത് സഹായിക്കും. വളരെയധികം ധാരാളമായിട്ട് സഹായിക്കും. നമ്മളതിലേക്ക് ഇൻഡെപ്ത് ചെല്ലുക എന്നുള്ളതാണ്. എത്ര വലിയ റിലേഷൻഷിപ്പിൻ്റെ ബ്രേക്കപ്പ് ഉണ്ടാവുക, എന്ത് ട്വിൻ ഫ്ലെയിം എനർജിയുടെ ജേണിയിലാണെങ്കിലും എന്താണെങ്കിലും നമുക്കിതിനെ ബാലൻസ് ചെയ്യാൻ കഴിയും. ട്വിൻ ഫ്ലെയിം എന്നൊക്കെ പറയുന്നത് വേറൊരു തലമാണ് കേട്ടോ. അത് കുറച്ചുകൂടെ നമ്മൾ ഇൻഡെപ്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വിവാഹേതര ബന്ധങ്ങളെ പോയിട്ട് ട്വിൻ ഫ്ലെയിം എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കപ്പെടുന്ന സമൂഹമൊന്നുണ്ട്. അതിലൊന്നും പോകാൻ നിൽക്കട്ടെ, അതൊന്നും ട്വിൻ ഫ്ലെയിം അല്ല. അതൊക്കെ നിങ്ങൾക്ക് ചീറ്റിംഗ് എനർജിയാണ്. തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് എന്നൊക്കെ നമ്മളതിനെ പറയാം. ട്വിൻ ഫ്ലെയിം അങ്ങനെയൊന്നുമില്ല. ട്വിൻ ഫ്ലെയിം കുറച്ച് വ്യത്യസ്തമാണ്. DMDF എന്നൊക്കെ പറയുന്നത് ഡിവൈൻ മസ്കുലർ, ഡിവൈൻ ഫെമിനിൻ. അതൊരു മറ്റൊരു എപ്പിസോഡായിട്ട് വലിയൊരു എപ്പിസോഡാണ് അത്, വലിയൊരു സബ്ജക്റ്റാണത്. അതിനെക്കുറിച്ച് അപ്പോൾ അതുകൊണ്ട് ഓറ ക്ലെൻസ് ചെയ്യാൻ, കർമ്മിക് ക്ലെൻസ് ചെയ്യാൻ ചക്ര നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. വേണ്ട വിധത്തിൽ അതിനെ ബാലൻസ് ചെയ്യുക. ആ ചക്ര അനുസരിച്ച് നമ്മുടെ ലൈഫിനെയും എക്സൽ ചെയ്യാൻ കഴിയും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വലിയ സംഭവമാകും എന്നുള്ളതല്ല അതിനർത്ഥം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് എക്സൽ ചെയ്യാൻ കഴിയുക. അതാണല്ലോ ഓഫ് കോഴ്സ് വേണ്ടത്. നമ്മുടെ ലൈഫിൽ എന്ത് നമ്മൾക്ക് ആവണം എന്നുള്ളതിൽ നമുക്ക് എക്സൽ ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് നമ്മുടെ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത്. നമ്മളൊരു ഏജ് കഴിയുമ്പോൾ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് എന്നൊക്കെ പറയുന്ന പോലെ എന്ത് ഞാൻ എൻ്റെ ലൈഫിൽ അച്ചീവ് ചെയ്തു. സക്സസ് പല കാര്യങ്ങളിലും നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ലൈഫിലേക്ക് സംഭവിക്കപ്പെടുന്ന പല ഏരിയാസിലും നമ്മൾ സക്സസ് നേടുന്നുണ്ട്. ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് വന്നു, ആ കാര്യത്തിൽ ഇപ്പോൾ നമ്മളുടെ ഒരു കൺവെർസേഷൻ, ഇതിൽ ഒരുപാട് സബ്ജക്റ്റുകൾ നമ്മൾ സംസാരിച്ചു. എന്താ ഇൻ്റർവ്യൂ സക്സസ്. അച്ചീവ്മെൻ്റ് എന്താ? ഓൾ ലൈഫിൽ നമ്മൾ നേടുന്നതാണ് അച്ചീവ്മെൻറ്റ്. അത് മറ്റൊരു സബ്ജക്റ്റാണ്.